സവാദുമായി ബഷീർ ആദ്യം സൗഹൃദത്തിലായി. ശേഷമാണ് സൗജിത്തുമായി അടുത്തത്. ശേഷം ഇവരെ കുടുംബത്തിൽ നിന്നും അകറ്റി. പിന്നീട് ഇരുവരും ചേർന്ന് സവാദിനെ കൊലപ്പെടുത്തി. ക്രൂരകൃത്യത്തിൻ്റെ ഞെട്ടലിൽ നിന്നും മോചിതരായിട്ടില്ല സവാദിൻ്റെ കുടുംബം. കടുത്ത ശിക്ഷ തന്നെ കിട്ടണം. അത്രയ്ക്കും കണ്ണീര് കുടിപ്പിച്ച അവൾ തറവാടിൻ്റെ പടിയിറങ്ങിയത്. ഒന്നിനും കുറവ് വരുത്താതെയാണ് എൻ്റെ മകൻ സവാദ് അവരെ പോറ്റിയത്. എന്നിട്ടും അവൾ അത് ചെയ്തില്ലേ? സങ്കടപ്പെടുത്തുന്ന വാക്കുകളാണ് സവാദിൻ്റെ പിതാവിൽ നിന്നും കേട്ടത്. ഞാൻ പറഞ്ഞിട്ടിപ്പോൾ ഓള് എന്നോട് ഇങ്ങോട്ട് പറയണത് എന്താണെന്നറിയോ, ഞാനൊരാളെ ഓത്താരത്തിനല്ല ജീവിക്കുന്നത്. ഞാൻ എൻ്റെ ഭർത്താവ് നയിച്ചു കൊടുത്തിട്ട് ജീവിക്കുകയാണ്. ഞാൻ നിങ്ങൾ ഒരാളെയും പേടിക്കില്ല എന്നാണ് ഓളുടെ നയം. അതുകൊണ്ട് അതോടുകൂടെ ഓളായിട്ടുള്ള ഇത് വിട്ട് അടുത്ത ശിക്ഷ കാര്യമായിട്ട് തറവാടിനോട് ചേർന്ന് വീടിനായി തറയുടെ പണി പൂർത്തിയാക്കി. അതിനോട് ചേർന്ന് തന്നെയാണ് താമസിച്ചിരുന്നതും. എന്നാൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നും പ്രശ്നങ്ങളായിരുന്നു. ഒടുവിലാണ് താമസം തെയ്യാല ഭാഗത്തെ ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിയത്. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ ബഷീറിൻ്റെ കൈകളുണ്ടായിരുന്നുവെന്നത് കുടുംബം അറിയുന്നത് പിന്നീടാണ്. നല്ല സുഹൃത്തായാണ് ബഷീർ ഇവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നത്. ഓമച്ചപ്പട റോഡിലെ ക്വാർട്ടേഴ്സിൽ നിന്നും താമസം മാറണമെന്ന് ഉടമ പറഞ്ഞിരുന്നു. ഈ മാസം 30-ന് ഒഴിയാനായിരുന്നു സവാദ് തീരുമാനിച്ചത്. ഇതിനെ തുടർന്ന് തറവാടിനോട് ചേർന്നുള്ള വീട് പണി ആരംഭിക്കാനും തീരുമാനിച്ചു. എന്നാൽ തറവാട്ടിലേക്ക് തന്നെ താമസം മാറുന്നത് സൗജത്തിന് അത്ര താല്പര്യമുള്ള കാര്യമായിരുന്നില്ലെന്നാണ് സവാദിൻ്റെ കുടുംബം പറയുന്നത്. ഇവളുടെ താല്പര്യപ്രകാരം ഇവിടെ നിന്ന് ഈ വീട് ഉപേക്ഷിച്ചിട്ട് ബഷീറിൻ്റെ നിർബന്ധപ്രകാരം അങ്ങോട്ട് മാറ്റുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഈ തറവാടിൻ്റെ ഭാഗത്ത്, അതായത് അഞ്ചുടിൻ്റെ ഭാഗത്ത് ഇവരെ സാഹചര്യങ്ങളും കാര്യങ്ങളൊന്നും നടക്കാതെ വന്നപ്പോൾ ഇവളെ അങ്ങോട്ടേക്ക് പ്രചരിപ്പിച്ച് കൊണ്ടുപോയിരുന്നു. അതിൽ സവാദ് വലിയടായിരിക്കുന്നു. അപ്പം സവാദിൻ്റെ സാഹചര്യത്തിൽ ഇത്രയും വലിയ ക്രൂരമായ ഒരു രീതി ചെയ്യും എന്നൊന്നും സവാദ് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഒരു സൗഹൃദ ബന്ധം അവരിതിലുണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടം വരെ എത്തിക്കുമെന്ന് തീരെ ഞങ്ങളോ അല്ലെങ്കിൽ സവാദോ അല്ലെങ്കിൽ സവാദിൻ്റെ കുടുംബമായിട്ട് എടുക്കുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല. പല പ്രാവശ്യം ഇങ്ങനെ പല ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ടായിട്ടും അതൊന്നും ഈ സവാദ് കുട്ടികളെ ആലോചിച്ചിട്ട്, അതായത് 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ്. മൂത്തതാണ് ആൺകുട്ടി, ബാക്കി ചെറുത് 3 ചെറിയ പെൺകുട്ടികളാണ്. ആ കുട്ടികളെ ഭാവി ആലോചിച്ചിട്ട് കൈമോൻ്റെ പരമാവധി സവാദ് മുന്നോട്ട് പോവുകയായിരുന്നു. സൗജത്തിൻ്റെ ഇളയ മകളെ കോട്ടക്കലിലുള്ള ഒരു കൂട്ടുകാരുടെ വീട്ടിലാക്കിയിരുന്നതായും കുടുംബം പറയുന്നുണ്ട്. കൊലപാതകം നടക്കുമ്പോൾ ഇളയ മകൾ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് കുട്ടിയെ വീട്ടിലെത്തിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് മാസങ്ങളോളം ഇവർ ഇവിടെ ഹോട്ടലിൽ ലോഡ്ജ് ഫോണിൽ കൂടിയും അതിൽ കൂടിയെല്ലാം ബന്ധപ്പെട്ടിട്ട് ഈ കൊലപാതകത്തിന് ആസൂത്രണം ചെയ്ത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞൊരു റിപ്പോർട്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ മുൻകൂട്ടി ചെയ്ത ഒരു കൊലപാതകമാണെന്നാണ് ഇപ്പം അറിയപ്പെടുന്നത്. അപ്പോൾ ആ ലെവലിൽ ഇവർ ഇപ്പം കൊല നടന്നതിൻ്റെ മുമ്പിലെ ദിവസം ഇതുപോലെ ഇവളും ഈ പറയുന്ന ബഷീറുമായിട്ട് കാറിൽ കൂടി പോകുന്നതും ഇതൊക്കെ അവിടുത്തെ പരിസരവാസികൾ കണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടുണ്ട്. പക്ഷേ ഈ കൊല നടത്തും എന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇവരെ സാഹചര്യം ബ്ലോക്കാവും എന്ന് കണ്ടപ്പോഴാണ് ഈ കൊല നടത്താനുള്ള കാരണം ഉണ്ടായത്. മക്കളെല്ലാം സവാദിൻ്റെ സഹോദരങ്ങൾക്കൊപ്പം അഞ്ചുടിയിലെ തറവാട്ട് വീട്ടിലാണ്. അവൾക്ക് അവനെ വേണ്ടായിരുന്നെങ്കിൽ കൊല്ലണമായിരുന്നോ? ഈ ചോദ്യമാണ് സവാദിൻ്റെ കുടുംബവും നാട്ടുകാരും അയൽവാസികളും ചോദിക്കുന്നത്. സൗമ്യതയോടെ പെരുമാറുന്ന സവാദ് ഒരു ദിവസം പോലും പണി ഒഴിവാക്കിയിരുന്നില്ല. മത്സ്യബന്ധനത്തിന് പോകാത്ത ദിവസങ്ങളിൽ മറ്റു ജോലികൾക്ക് പോയാണ് കുടുംബം പോറ്റിയിരുന്നത്. കൊടും ക്രൂരത എന്തിനായിരുന്നു എന്ന ചോദ്യമാണ് വീട്ടുകാരും നാട്ടുകാരും ഉയർത്തുന്നത്. ഈ ചെറിയ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഒരു സ്വന്തം മക്കളെപ്പോലും പരിഹരിക്കാൻ കഴിയാത്ത ഇവളെ ഈ ഭൂമിയിൽ തന്നെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരുള്ള ഈ ആളുകളുടെ ഒരു നല്ലൊരു മനസ്സാണെന്ന് കരുതാനേ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷമാണെങ്കിൽ അവളെ കൊല്ലേണ്ട ഒരു ഗതികേടിലാണ് അവൾ ഉണ്ടാക്കി വെച്ചത്. അത്രയ്ക്കും ക്രൂരമായ ഒരു രീതിയിലാണ് ആ കൊലപാതകം അവൾ നടത്തിയത്. മരണപ്പെട്ടിട്ടില്ല എന്ന് അവൾ ഉറപ്പ് വരുത്തിയതിനു ശേഷം പിന്നെ പ്രതിയായി കിടക്കുന്ന ഈ ബഷീർ തലക്കടിച്ച് വീഴ്ത്തിയതിന് ശേഷം മരണപ്പെട്ടു എന്ന് കരുതി പോയിട്ട് പിന്നെ ഇവള് വിളിച്ചു നോക്കുന്ന സമയത്ത് ആ ജീവൻ ഉണ്ടായതിന് ശേഷമാണ് കത്തിയെടുത്ത് ഇവൾ അറുംകൊല ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്കും മരണം ഉറപ്പാക്കിയതിന് ശേഷമാണ് ഇവള് അവിടുന്ന് മരണം കഴിഞ്ഞ് 1 മണിക്കൂറിൻ്റെ ഏറെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ജ്യേഷ്ഠനായി കിടക്കുന്ന എൻ്റെയും എൻ്റെ കുടുംബത്തിനെ ഇവൾ വിളിച്ച് വിവരം അറിയിക്കുന്നത്. ഞാൻ പോയ സാഹചര്യത്തിൽ ഞാൻ അവിടെ കണ്ടത് മരണപ്പെട്ട് കിടക്കുന്ന എൻ്റെ അനിയനായി കിടക്കുന്ന സവാദിൻ്റെ ബോഡി പോലെ ഞാനിങ്ങനെ, അതായത് ആ പശുവിനെ മൃഗത്തെ അറുത്തിട്ടതുപോലെയുള്ള ഒരു രംഗത്തിലാണ് ഞാൻ അവിടെ പോയി ആ ദൃശ്യം ഞാൻ കണ്ടത്. സാഹചര്യം എങ്ങനോ എനിക്കറിഞ്ഞുകൂടെ. ഞാൻ ആകെ ഒരു ജാതി എന്തോ ഒരു രൂപത്തിൽ ഞാനായിപ്പോയി. ഞാനെന്നല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ അനിയന്, ജ്യേഷ്ഠന്, എൻ്റെ ഭർത്താവ്,
ഞങ്ങൾ 4 പേരും കൂടിയാണ് പോകുന്നത്, ഓട്ടോറിക്ഷ ഡ്രൈവർ, അങ്ങനെ 5 പേരാണ് പോകുന്നത്. ഈ സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അറങ്കൊലയാണ് ഇതിന് കാരണം. ഈ അറങ്കൊലക്കുള്ള മറുപടി ഇവിടുത്തെ നിയമപാലകർ തന്നെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഏത് രീതിയിലാണ് ശിക്ഷ കിട്ടേണ്ടത്, അതായത് പരമാവധി എത്ര വലിയ ശിക്ഷയാണോ കൊടുക്കേണ്ടത് ആ ശിക്ഷ കൊടുത്തേ മതിയാവൂ. കൃത്യത്തിൻ്റെ ഞെട്ടിൽ നിന്നും സവാദിൻ്റെ കുടുംബം ഇതുവരെയും മുക്തമായില്ല. മക്കളുടെ കാര്യമോർത്താണ് കുടുംബത്തിൻ്റെയും ആശങ്ക. നിർധന കുടുംബമാണ് സവാദിൻ്റേത്.